നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആധുനിക സാമ്രാജ്യത്വ ശക്തികൾ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുന്ന കാലത്താണ് നാം ഉള്ളതെന്ന് കെ ശൈലജ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും KSKTUവിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം ശബരീശ ദർശനത്തിനായി പുറപ്പെട്ടു. അതിജീവിതകൾക്കായി ശക്തമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുൻ മന്ത്രി കൂടിയായ കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. ആധുനിക സാമ്രാജ്യത്വ ശക്തികൾ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുന്ന കാലത്താണ് നാം ഉള്ളതെന്ന് കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നിലയിലേക്ക് ആധുനിക സാമ്രാജ്യത്വ ശക്തികൾ മാറിയതായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ ഉപാധ്യക്ഷ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. എന്നാൽ ആധുനിക സാമ്രാജ്യത്വം മുതലാളിത്ത ആഗോളവൽക്കരണ നയങ്ങളിലൂടെ ലോകത്തിലുള്ള ജനാധിപത്യ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ അവിടെ തങ്ങളുടെ പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിച്ച് ആ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും ഊറ്റിയെടുക്കാൻ തയ്യാറാകും. ഞാൻ മറ്റൊന്നല്ല പറഞ്ഞു വരുന്നത്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് വെനിസ്വേലയിലെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലെ രാഷ്ട്രതലവനെ അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. ഒരു വർഷക്കാലമായി ആസൂത്രണം ചെയ്ത വഞ്ചനാപരമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കയുടെ ചാര സംഘം കിടപ്പുമുറിയിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി നിർലജ്ജമായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. ആലപ്പുഴ ഫോമിൽ കൺവെൻഷൻ സെന്ററിലെ അമൃതമയി പിള്ള നഗറിൽ നടന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അജയ് സുധീന്ദ്രൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭാ മധു പ്രവർത്തന റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗീതാകുമാരി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത, CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TV അനിത എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ KK ജയമ്മ സമ്മേളനത്തിന് നന്ദി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും KSKTUവിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന്, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇടതുപക്ഷ കർഷക തൊഴിലാളി സംഘടനകൾ ദേശീയവ്യാപകമായി ജനുവരി 6 പ്രതിഷേധ ദിനമായി ആചരിച്ചു. പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്നും BKMUവിന്റെയും KSKTUവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും തുടർന്ന് ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടായത്, അതിനെതിരായി നമ്മൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത്, പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടെ ഈ നിയമങ്ങളുടെ ചരമഗീതം എഴുതുക എന്ന നടപടിയിലേക്ക് മോദി ഗവൺമെന്റ് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ വനാവകാശ നിയമം
അതിൻ്റെ കരചരണങ്ങൾ വെട്ടിക്കളഞ്ഞ് രാജ്യത്തെ ഏത് കോർപ്പറേറ്റുകൾക്കും രാജ്യത്തെ ഏത് വനവും ഖനനം ചെയ്യാനും ആയിരക്കണക്കിന് ഏക്കർ കൈവശം വെക്കാനും അവിടുത്തെ ആദിവാസികളെല്ലാം മാറ്റിപ്പായിക്കാനുമുള്ള അവകാശം കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കുന്ന നിയമം പാസാക്കിയെടുത്ത് ചുട്ടയപ്പം പോലെ ഇന്ത്യൻ പാർലമെന്റ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുപോലെ മറ്റൊരു നിയമമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യകൂദാശ കഴിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണോ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പാസ്സായത് അത് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ നിയമം നമ്മുടെ സംസ്ഥാന രാജ്യത്ത് നടപ്പാക്കാൻ മോദി തീരുമാനിച്ചത്, നിയമം പാസാക്കിയത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതാണെന്നും നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് 4 ലേബർ കോഡുകളാക്കി മാറ്റിയത് തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി M. സത്യപാലൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. T. ആനന്ദൻ, K. രാഘവൻ, സാറാമ തങ്കപ്പൻ, B. ലാലി, KK ഷാജു, AK സജു, N. സുധാമണി, C. പ്രസാദ്, കമലമ്മ, ഉദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ സജീവ ചർച്ചയായിരിക്കുമ്പോഴാണ് സന്ദർശനം. SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സന്തോഷമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ല, തികച്ചും സ്വകാര്യമാണെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ സന്തോഷമാണെന്നും പ്രധാനമന്ത്രി അടക്കം ഇതിൽ ആഹ്ലാദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ വിജയം മാറ്റത്തിന്റെ തുടക്കമാണ്. അഹമ്മദാബാദിൽ നിന്നായിരുന്നു ഗുജറാത്തിൽ BJPയുടെ വിജയത്തുടക്കം. കേരളത്തിൽ തിരുവനന്തപുരത്തെ വിജയം ഇതിന് സമാനമാണെന്നും കേരളത്തിനോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യമാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നിയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP സംസ്ഥാന ജില്ലാ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെയൊക്കെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന സമയം മുതൽ തന്നെ ഈ കുടുംബവുമായി വ്യക്തിപരമായും സംഘടനാപരമായും വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നു. തീർച്ചയായിട്ടും മേയർ ആയതിനു ശേഷം സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് വിജയിച്ച വ്യത്യസ്ത മേഖലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻജിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തർക്കമല്ല, സൗഹൃദ സംഭാഷണമല്ലേ അവർ നടത്തിയത്. നിങ്ങൾ തർക്കമായിട്ട് മാറ്റി, ഒരു തർക്കമില്ല. കൗൺസിലറുടെ റൂമിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, MLA അപ്പുറത്ത് അദ്ദേഹം ഇരുന്ന റൂമിലിരിക്കുന്നു. ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം ശബരീശ ദർശനത്തിനായി പുറപ്പെട്ടു. എരുമേലി പേട്ടതുള്ളി ശബരി ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രഭാത ശിവേലിക്ക് ശേഷം പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കുവാനുള്ള തങ്കത്തെടമ്പ് ക്ഷേത്രം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി കിഴക്കേ ഗോപുര നടയിൽ വെച്ച് പൂജിച്ച് സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കൈമാറി. തുടർന്ന് തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലേക്ക് എഴുന്നള്ളിച്ച് രഥഘോഷയാത്രയായി 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു. ഇരുമുടിക്കെട്ടേന്തിയ സ്വാമി ഭക്തർ രഥത്തിനൊപ്പം നടന്നു നീങ്ങി. 49 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനവും 19 ആഴിപൂജകളും നടത്തിയ ശേഷമാണ് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത്. 9 മണിമലക്കാവിൽ ആഴിപൂജ, 11 എരുമേലി പേട്ടതുള്ളൽ, 13 പമ്പ സദ്യ, മകരവിളക്ക് ദിവസം സന്നിധാനത്ത് നെയ്യഭിഷേകം, മഹാനിവേദ്യം, കർപ്പൂരാഴി പൂജ. മകരവിളക്കിന്റെ പിറ്റേ ദിവസം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തിലേക്ക് ശീവേലി എഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി 15 രാത്രിയിൽ സംഘം മലയിറങ്ങും. അമ്പലപ്പുഴക്കാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ് മകരവിളക്ക് ദിവസം രാവിലെ ദേവന് അഭിഷേകം ചെയ്യും. ഇരുമുടിക്കെട്ടിൽ കരുതുന്ന കാര, എള്ള്, ശർക്കര, നെയ്, തേൻ, കൽക്കണ്ടം, മുന്തിരി, തേൻ ഇവയുപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ള് പായസം അത്താഴപൂജയ്ക്ക് ദേവന് നിവേദിക്കും.
40 മാളികപ്പുറങ്ങളടക്കം 250 പേരാണ് സംഘത്തിലുള്ളത്. വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനാ ആസ്ഥാനങ്ങളിലുമായി 100-ൽ പരം സ്ഥലങ്ങളിൽ സംഘത്തിന് സ്വീകരണം നൽകും. സംഘം ഭാരവാഹികളായ ആർ ഗോപകുമാർ, കെ ചന്ദ്രകുമാർ, ജി ബിജു, ജിതിൻ രാജ്, വിജയ് മോഹൻ, രഥയാത്രാ ചെയർമാൻ പി വേണുഗോപാൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാർ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിന് യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് രഥഘോഷയാത്രയായിട്ട് പതിപോലെ തന്നെ രഥഘോഷയാത്രയായിട്ടാണ് നമ്മൾ ഈ വർഷവും ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. ഇന്ന് അമ്പലപ്പുഴയിലെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ഇവിടെയെല്ലാം വഴിപാടുകൾ നടത്തി ഇന്ന് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്യും. നാളെ രാവിലെ അവിടെ നിന്നും പുറപ്പെടുന്ന രഥഘോഷയാത്ര ആനപ്രാമ്പാൽ, തിരുവല്ല, ചക്കുളത്തുകാവ് തിരുവല്ല, കവിയൂർ തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് കവിയൂർ ക്ഷേത്രത്തിലാണ് നാളത്തെ ക്യാമ്പ്. മറ്റന്നാൾ രാവിലെ കവിയൂർ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ സംഘം വൈകുന്നേരത്തോടുകൂടി ഒരു 7 മണിയോടുകൂടി കോട്ടാങ്ങൽ വഴി നമ്മളെ മണിമല കാവിലെത്തിച്ചേരും. അതിജീവിതകൾക്കായി ശക്തമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുൻ മന്ത്രി കൂടിയായ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. അതിജീവിതകൾക്കായി ശക്തമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുൻ മന്ത്രി കൂടിയായ കെ ശൈലജ അഭിപ്രായപ്പെട്ടു. ഒരുതരം പെർവേർഷൻ കാണിക്കുക, അക്രമം നടത്തുക, സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമമുണ്ട്, അതിന് സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം കാണിക്കുക, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCക്കും AICCക്കും അടക്കം കൊടുത്തിട്ടുണ്ടാവണം. APCCക്ക് പരാതി നേരത്തെ കൊടുത്തതാണ്. പക്ഷേ അവരത് പൂഴ്ത്തിവെച്ചു. ഈ കാര്യം പുറത്തു വന്നപ്പോഴാണ് ഇയാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ തകർത്തിട്ടുള്ള കാര്യമാണ്. ഏതായാലും കേസ് കോടതിയിൽ നടക്കുന്നു, നന്നായിട്ട് വാദിക്കുന്നുണ്ട്. സർക്കാർ ഈ അതിജീവിതകൾക്ക് എന്ന് പറയേണ്ടതായിട്ട് അത്തരമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതെന്തിനാണ് മറ്റു ചെറുപ്പക്കാരെ ഈ മാതിരി വൃത്തികേട് കാണിക്കേണ്ട സമൂഹത്തിൽ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കീറുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ല. അയാൾ കറക്റ്റ് ചെയ്യപ്പെടട്ടെ, ശിക്ഷ കിട്ടട്ടെ. അയാൾക്ക് ശിക്ഷ കിട്ടുമ്പോഴാണ് മനുഷ്യൻ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. വലിയ കുറ്റമാകുമ്പോൾ വലിയ ശിക്ഷ കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷയാണ് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുക എന്ന് മാത്രമേ കാര്യത്തിൽ പറയുന്നുള്ളൂ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നേരത്തെ തന്നെ KPCCക്കും കോൺഗ്രസ് നേതൃത്വത്തിനും അടക്കം ലഭിച്ചതാണ്. എന്നാൽ അവർ അത് മുഖവിലക്കെടുത്തില്ല. അതിജീവിതമാർ മുന്നോട്ട് വന്ന് പരാതിപ്പെട്ടപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം നടപടി എടുക്കേണ്ട സ്ഥിതിയുണ്ടായത്. ഇത് കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടമായതായും കെ ശൈലജ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക സാമ്രാജ്യത്വ ശക്തികൾ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുന്ന കാലത്താണ് നാം ഉള്ളതെന്ന് കെ ശൈലജ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും KSKTUവിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം ശബരീശ ദർശനത്തിനായി പുറപ്പെട്ടു. അതിജീവിതകൾക്കായി ശക്തമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുൻ മന്ത്രി കൂടിയായ കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.